بدأنا بسم الله وبالصلاة الله على رسول الله وآله الأبرار. Begin with Bismillah and with Salatullah upon Rasulullah and his righteous family. Bada'na Bismillah wa bis-Salatillah ala Rasulillah wa alihi al-abrar. Begin with Bismillah and with Salatullah upon Rasulillah and his righteous family. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുടി ആരൊക്കെ കൈവശമുണ്ടോ അവരൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ മുടിക്കെട്ട് കൈവശമുള്ള കാന്തപുരം എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒറിജിനൽ മുടിയുടെയും ഡ്യൂപ്ലിക്കേറ്റ് മുടിയുടെയും തമ്മിലുള്ള സാരമായ അന്തരം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിൽ വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുകേശമെന്ന് അവകാശമുന്നയിച്ചുകൊണ്ടുവന്ന് മഹാന്മാര് പറഞ്ഞ അടയാളങ്ങൾ മുഖേന എന്തുകൊണ്ട് തെളിയിക്കുന്നില്ല? ഒരു മനുഷ്യൻ ഇപ്പൊ എന്നെ പറ്റി അയാൾ എഴുതാണത്രേ ഞാൻ CD കച്ചവടക്കാരനാണ്. വല്ലാത്തൊരു സങ്കടം. ഇത്രേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതാരാ പറഞ്ഞത് നിങ്ങൾക്കറിയോ? ഇത് പറഞ്ഞത് AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രധാന ശിഷ്യനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് ഇത് പറഞ്ഞത്. അയാളെ കച്ചവടം എന്താ നിങ്ങൾക്കറിയോ? ഐസ്ക്രീമാ മൂപ്പര കച്ചവടം. ആരും തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ സാധാരണ തിന്നുന്ന ഐസ്ക്രീം തന്നെ ഞാൻ ഉദ്ദേശിച്ച്. ഐസ്ക്രീം കച്ചവടം, സമൂസ കച്ചവടം, ഇത് പേരോണ്ട കച്ചവടമാണ്. അല്ല എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ആൺകുട്ടികൾ തോക്കിലോ ഉണ്ടെങ്കിൽ ഞാനിതാ വെല്ലുവിളിക്കുന്നു. കോഴിക്കോട്ട് പാളയത്തേക്ക് എന്റെ കൂടെ വരാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കച്ചവടം ചെയ്യുന്ന ആ കച്ചവടം ഞാൻ തെളിയിച്ചു തരും. എന്താ ಇದೀಗ ರಾಮಂದಳಿ ಎಂಬ ಕ್ಯಾಸೆಟ್ ಮಾರಾಟಗಾರನು 1 ವರ್ಷ ಕೂಡ ದರ್ಸಲ್ಲಿ ಕಲಿದವನಲ್ಲ. വല്ലാത്ത ദർസിലോതിയാളാ. ഞാൻ കേസറ്റ് കച്ചവടക്കാരനാണ്, ദർസിൽ ഞാൻ ഓതാത്ത ആളാണെന്നാ പറഞ്ഞത്. എന്ന പോരി മോനെ കിതാബ് ഞാൻ ഓതിത്തരാം. ഞാൻ എത്ര കിതാബ് ഓതിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ ഉസ്താദുമാരിൽ ഒരാള് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും നിങ്ങളുടെയൊക്കെ നേതാവായ AP അബൂബക്കർ മുസ്ലിയാരാണ്. എനിക്ക് എന്തെങ്കിലും ഒന്നും അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഓതി തന്ന ഉസ്താദിന്റെ കുറവായിരിക്കും. പിന്നൊന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരാണ് എന്റെ ഒരു ഉസ്താദ്. കിതാബ് ഓതി തന്ന കഥ പറയുന്നത്, അല്ലാതെ ഫുട്ബോൾ കളിക്കാൻ പഠിപ്പിച്ചതല്ല. മറ്റൊരു ഉസ്താദ് വില്യാപ്പള്ളി, അത് അങ്ങോട്ട് താത്തിയതാണ് കുറച്ച്. മറ്റൊന്ന് അണ്ടോണ മൊഹീദ്ദീൻ മുസ്ലിയാർ. ഇവരൊക്കെ എൻ്റെ ഉസ്താദുമാരാണ്. അവർക്കൊന്നും അറിയില്ലെങ്കിൽ അവരെടുത്തുനിന്ന് ഞാൻ പഠിച്ചതൊന്നും എനിക്കറിയില്ല എന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് ഒരു അഭിമാനക്കുറവില്ല. കാരണം നിങ്ങളെ നേതാവിനൊന്നും തിരിയില്ല എന്നാണ്. എന്നിട്ട് പറയാണ് എന്താണ്, നൗഷാദ് ഹസനിയൊന്തിಗೆ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ತೆರಳಿ ಅಲ್ಲಿ ಕಾಸೆಟ್ ಮಾರಾಟ ಮಾಡುತ್ತಿದ್ದಂ. എന്തൊരു കഷ്ടകാലം. ഞാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കേസറ്റ് കച്ചവടം നടത്തുന്നത് തെളിയിക്കാൻ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മോനെ, ഞാൻ CD വിറ്റ് എന്നല്ല പറഞ്ഞത്. ഈ എഴുതിയ തോക്ക സഖാഫി ഈ മാസിക വിറ്റിട്ടല്ലേ ജീവിക്കുന്നത്? പറയൂ, ഈ പീറക്കടലാസ് വിറ്റ് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണടാ ഈ ഇൽമിന്റെ കേസറ്റുകൾ വെക്കുന്നത്. ഇതിലുണ്ടാവാറുണ്ട്. സക്കരിയ സലായി ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇവൻ പറയാ ഞാൻ ഇൽമ് കിതാബ് ഓതാത്തവനാണ്. ഞാൻ എന്നാ തോക്ക സഖാഫിയോട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ പലപ്പോഴും ആദർശ പ്രഭാഷണം നടത്താൻ പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, ബൈൻഡ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് ആരാണ് ഉണ്ടാക്കി തന്നത്? നിങ്ങൾക്ക് രാമന്തലി മുഹമ്മദ് ഉണ്ടാക്കി തന്നതാ. തോക്ക സഖാഫിയോടാ പറയുന്നത്, ആദർശ പ്രഭാഷണത്തിന് നിങ്ങൾ പോകുമ്പോ രാമന്തളിയിൽ ഞാൻ സ്ഥാപിച്ച തഹ്കീഖു സുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന പേരിലുള്ള ഒരു സ്ഥാപനത്തിൽ, ആ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ എന്റെ കാശ് കൊണ്ടുണ്ടാക്കിയ ആ സ്ഥാപനത്തിന്റെ ടെക്സ്റ്റ് ഉപയോഗിച്ച് കർണാടകയിൽ ആദർശം പറയുന്ന തോക്ക സഖാഫിയോട് ഞാൻ പറയാണ്, നിങ്ങളുടെ കാന്തപുരം സേവക്ക് വേണ്ടി നടത്തുന്ന ഈ വൃത്തികേടൊന്ന് നിർത്തിയിട്ട് സമുദായത്തോടൊന്ന് സത്യം പറഞ്ഞുകൂടെ? നിങ്ങൾക്ക്
വിശ്വസിക്കാൻ പറ്റുന്ന തെളിവാ. അതാരാ? പേരോടെന്നാ പറയുന്നത്. ഞാൻ തലശ്ശേരിയുടെ പല ഭാഗങ്ങളിലും പോയി പുസ്തകം തലയിൽ വെച്ച്, കേസറ്റ് തലയിൽ വെച്ച് ഞാൻ കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന് പേരോട് പറഞ്ഞതിന്റെ ഓഡിയോ സംഭാഷണം ഞാൻ നിങ്ങൾക്ക് തരാം. പ്രഭാഷണം തന്നെ. എന്നാ തിരിച്ച് അതേ ഭാഷ തിരിച്ചു വെച്ചോളൂ. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പക്ഷത്ത് CD കച്ചവടം നടത്തിയിട്ട് പുസ്തകം തലയിൽ വെച്ച് നടന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ മുശാവറ മെമ്പറാക്കിയില്ല നിങ്ങൾ? ഇതിനേക്കാൾ നാണക്കേട് വേറുണ്ടോ? എന്നിട്ട് ചോദിക്കാണ്, രാമന്തളി കിതാബ് ഓതിയിട്ടുണ്ടോ? ഈ കിതാബ് ഈ ജാഹിലാണോ നിങ്ങളെ നേതാവ്? എന്നാൽ ചോദിക്കട്ടെ, കേരളത്തിലെ നിങ്ങളുടെ സംഘടനയുടെ SYSന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ അലി അബ്ദുള്ളയും അതുപോലെ പറവൂർ മുഹമ്മദ് മാസ്റ്ററും സെയ്ദ് അലി മാസ്റ്ററും അടങ്ങുന്ന സംസ്ഥാന നേതാക്കൾ ഓതിപ്പടിച്ച കിതാബുകളുടെ പേര് പറയാൻ തന്റെ ഉണ്ടോ തോക്ക സഖാഫി? പറയൂ. നിങ്ങളെ ലോകത്തെ ഏറ്റവും വലിയൊരു പ്രഭാഷകനില്ലേ നിങ്ങളെ സ്റ്റേജിൽ കയറ്റുന്ന CM ഇബ്രാഹിം ഫാത്തിഹ പോലും ശരിക്കും ഓതാൻ അറിയടോ? എന്നിട്ട് എന്റെ നേരെ ആദ്യം ഞാൻ പറഞ്ഞുതരാം, തോക്ക സഖാഫി നിങ്ങൾക്ക് ഈ കളി പഠിപ്പിച്ചു തന്നത് ഞാനാണ്, നിങ്ങളെ ഗുരുവാ ഞാൻ. എന്നാ പിന്നെ വേറൊന്നും കൂടി നിങ്ങൾക്ക് വേണോ? നിങ്ങളെ ശിഷ്യനെയും കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. ഇതാ ജലാലി. നിങ്ങൾ ഒരു ലേഖനം എഴുതുമ്പോ ഒരു ശിഷ്യനാ പോരുന്നത്. ഇങ്ങനെയാണെങ്കിൽ കുറെ എഴുതി. ഈ സഖാഫിന്റെ ശിഷ്യൻ തന്നെ പോകുന്നത്. എഴുതൂ തോക്ക സഖാഫി, ഒരുപാട് ഇനിയും ബാക്കി പറഞ്ഞു തരാൻ നമുക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതൊക്കെ പറഞ്ഞ് എന്തിന് ഈ വേണ്ടാത്തരങ്ങൾ വലിച്ചിടണം നിങ്ങളുടെ തലയിലേക്ക്? അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ, കർണാടകയിലെ മുസ്ലിങ്ങൾ ഇൽമില്ലാത്ത, ഇൽമിന്റെ പേരിൽ കച്ചവടം നടത്തുന്ന സമുദായത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഈ വൃത്തികെട്ട വിഭാഗത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈമാനുള്ളവർക്ക് ഇവരോടൊപ്പം ചേരാൻ കഴിയില്ല എന്ന് കാലം തെളിയിക്കുന്ന ഓരോ അനുഭവങ്ങൾ വെച്ച് അവരിതാ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം നിരയിലുള്ള പണ്ഡിതന്മാർ വേണ്ട, ഇത് ചെറുപ്പക്കാരായ പണ്ഡിതന്മാരാണ്. ഈ പണ്ഡിതന്മാരുടെ മുന്നിലിരുന്ന് ഒന്ന് കിതാബ് തുറന്നു വെക്കാൻ കാന്തപുരത്തിന്റെ ശിഷ്യന്മാർക്ക് തന്നെ ഇടമില്ലെന്ന് മണ്ണാർക്കാട് തെളിഞ്ഞിരിക്കുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണോ മുടിയല്ലേ എന്ന തർക്കം വിട്ട് ആദരവ് വേണോ വേണ്ടേ എന്നിടത്തേക്കാണ് തർക്കം എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് ഈ കഴിഞ്ഞ മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥ. യഥാർത്ഥത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പല സ്ഥലങ്ങളും ചോദിച്ചിട്ടുണ്ട്, കാബയുടെ ഫോട്ടോ കണ്ടാൽ കാബയാണെന്ന രൂപത്തിൽ നമ്മളൊക്കെ തൂക്കിയിടാറില്ലേ, ബഹുമാനിക്കാറില്ലേ എന്ന്. ഞങ്ങൾ അവരോട് ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ കാബ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ ഹജ്ജും നടത്തുമോ? കാബയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് എന്താണ് ഇയാൾ പറയുന്നത് എന്ന് പോലും ഇയാൾക്ക് തിരിയാത്തൊരവസ്ഥയിലേക്ക്, എന്താണ് ഞങ്ങൾ പുലമ്പുന്നത് എന്ന് പോലും മനസ്സിലാകാത്തിടത്തേക്ക് ഇവരുടെ ചിന്താമണ്ഡലം എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് ഫലമില്ല. നിങ്ങളുടെ ആശയദാരിദ്ര്യം തന്നെ മാത്രമാണ് ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദരവ് നിങ്ങൾക്കില്ല. മഹാനായ ശംസുൽ ഉലമയെ തള്ളിയിട്ട്, മഹാനായ കണ്ണിയത്തുസ്താദിനെ തള്ളിയിട്ട്, ശിഹാബദങ്ങളെ തള്ളിയിട്ട് എന്തോ ആദരവാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ പഠിപ്പിക്കാനുള്ളത്? അതുകൊണ്ട് നിങ്ങൾക്ക് ആദരിക്കാനും അറിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്